ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ടിലേക്കാണ് പോകുന്നത്. ആഫ്റ്റർ ആൻ ഇവൻറ്റ്ഫുൾ ജേണി മാക്സ്വെൽ ആൻഡ് ഹിസ് ഓട്ടർ റീച്ച് ലണ്ടൻ വേർ ഹി ഹാസ് എ ഫ്ലാറ്റ്. അങ്ങനെ ഒരു സംഭവാത്മകമായ ഒരു യാത്രയ്ക്ക് ശേഷം മാക്സ്വെല്ലും അദ്ദേഹത്തിൻ്റെ ഓട്ടറും ലണ്ടനിലെത്തി. അവിടെ അദ്ദേഹത്തിനൊരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു. മിച്ച് ആൻഡ് ഐ റിമൈൻഡ് ഇൻ ലണ്ടൻ ഫോർ നിയർലി എ മന്ത്. അപ്പോൾ മിജി ഞാനും ഏകദേശം ഒരു മാസത്തോളം ലണ്ടനിലുണ്ടായിരുന്നു. ഹി വുഡ് പ്ലേ ഫോർ ഹവേഴ്സ് വിത്ത് എ സെലക്ഷൻ ഓഫ് ടോയ്സ്, പിങ് പോങ് ബോൾസ്, മാർബിൾസ്, റബ്ബർ ഫ്രൂട്ട് ആൻഡ് എ ടെറാപ്പിൻ ഷെൽ ദാറ്റ് ഐ ഹാഡ് ബ്രോട്ട് ബാക്ക് ഫ്രം ഹിസ് നേറ്റീവ് മാർഷസ്. അപ്പോൾ മിജി ഒരുവിധ സമയമൊക്കെ ടോയ്സുമായിട്ട് കളിച്ചുകൊണ്ടിരുന്നു. മണിക്കൂറുകളോളം മിജ് കളിച്ചുകൊണ്ടിരുന്നു. പിങ് പോങ് ബോൾസ്, മാർബിൾസ് ഇതൊക്കെ വെച്ചിട്ടാണ് കളിച്ചിരുന്നത്. പിന്നെ ടെറാപ്പിൻ ഷെൽ എന്ന് പറയുന്നത് ഒരു സ്മോൾ ടർട്ടിലിൻ്റെ ഷെല്ലാണ് നോർത്ത് അമേരിക്കയിൽ കാണുന്നത്. ഇതൊക്കെ അദ്ദേഹം നേറ്റീവ് പ്ലേസ് മാർഷസിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു. വിത്ത് ദ പിങ് പോങ് ബോൾ ഹി ഇൻവെൻറ്റഡ് എ ഗെയിം ഓഫ് ഹിസ് ഓൺ വിച്ച് കുഡ് കീപ് ഹിം എൻഗ്രോസ്ഡ് ഫോർ അപ് ടു ഹാഫ് ആൻ അവർ അറ്റ് എ ടൈം. ഈ പിങ് പോങ് ബോൾ വെച്ചിട്ട് അവൻ ഒരു പുതിയ തരം കളി കണ്ടുപിടിച്ചു. വിച്ച് കുഡ് കീപ് ഹിം എൻഗ്രോസ്ഡ് ഫോർ അപ് ടു ഹാഫ് ആൻ അവർ. ഈ കളി അവൻ ഇൻട്രസ്റ്റോടു കൂടി ഒരു അരമണിക്കൂറോളം കളിച്ചുകൊണ്ടിരുന്നു. എ സ്യൂട്ട് കേസ് ദാറ്റ് ഐ ഹാഡ് ടേക്കൺ ടു ഇറാഖ് ഹാഡ് ബിക്കം ഡാമേജ്ഡ് ഓൺ ദ ജേർണി ഹോം സോ ദാറ്റ് ദ ലിഡ് വെൻ ക്ലോസ്ഡ് റിമൈൻഡ് അറ്റ് എ സ്ലോപ്പ് ഫ്രം വൺ എൻഡ് ടു ദ അതർ. അപ്പോൾ എന്ത് കളിയാണ് കളിച്ചിരുന്നതെന്ന് വെച്ചാൽ ഒരു സ്യൂട്ട് കേസ് ഇറാഖിലേക്ക് കൊണ്ടുവന്നതായിരുന്നു ഇദ്ദേഹം. അത് വഴിയിൽ വെച്ചിട്ട് അത് നാശമായി, ഡാമേജായി. അപ്പോൾ അതിൻ്റെ ലിഡ് അടച്ചു കഴിഞ്ഞിട്ടുണ്ട് വെച്ചിങ്ങനെ ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്തേക്ക് കുറച്ച് സ്ലോപ്പായിട്ട്, അതായത് ഒരു ഭാഗം അടയാത്ത പോലെ നിൽക്കുക, മറ്റു ഭാഗം അടയും കൂടി ചെയ്യുമ്പോൾ ഒരു ചെരിവ്, ഒരു സ്ലോപ്പ് ഉണ്ടായിരിക്കും അത് അടച്ചു വയ്ക്കുമ്പോൾ. മിജി എന്താ ചെയ്തെന്ന് വെച്ചാൽ മിജി ഡിസ്കവേർഡ് ദാറ്റ് ഇഫ് ഹി പ്ലേസ് ദ ബോൾ ഓൺ ദ ഹൈ എൻഡ്, ആ ഉയർന്നിരിക്കുന്ന ഭാഗത്ത് മിജി ബോൾ കൊണ്ടുവയ്ക്കും. ഇറ്റ് വുഡ് റൺ ഡൗൺ ദ ലെങ്ത് ഓഫ് ദ സൂട്ട് കേസ്. അപ്പോൾ എന്താ ഉണ്ടായിരിക്കുക, ആ ചെരുവിലൂടെ അതിങ്ങനെ ആ സൂട്ട് കേസിൻ്റെ മീത ചെരിഞ്ഞ സ്ഥലത്തേക്ക് അത് ഉരുളും. ഹി വുഡ് ഡാഷ് അറൗണ്ട് ടു ദ അതർ എൻഡ് ടു എംബഷ് ഇറ്റ്സ് അറൈവൽ, hide from it, crouching to spring up and take it by surprise, grab it and trot off with it to the high and once more. പിന്നെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഹി വുഡ് ഡാഷ് അറൗണ്ട് ടു ദ അതർ എൻഡ്. അതങ്ങനെ ബോൾ ചെരിച്ചിട്ട് കഴിഞ്ഞാൽ ഉയർന്ന സ്ഥലത്ത് നിന്ന് താഴത്തേക്ക് അത് ചെരുവിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ആ താഴ്ന്ന എൻഡിലേക്ക് ഓടും. എന്നിട്ട് അവിടെ എന്ത് ചെയ്യുക, അവിടെ പതിഞ്ഞിരിക്കും. ആ ബോൾ ഇങ്ങോട്ട് വരണത് ആ ബോളിൻ്റെ വരവിനായിട്ട് കാത്ത് അവിടെ പതിഞ്ഞിരിക്കും. എന്നിട്ട് പെട്ടെന്ന് തന്നെ അത് എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ഉയർത്തെഴുന്നേറ്റ് അല്ലെങ്കിൽ ചാടി എഴുന്നേറ്റിട്ട് പെട്ടെന്ന് അത് തന്നെ പിടിച്ചെടുത്തിട്ട് വീണ്ടും മറ്റേ എൻഡിലേക്ക്, ഉയർന്ന എൻഡിലേക്ക് അതും കൊണ്ട് ഓടും. ഇതായിരുന്നു അവൻ കളിച്ചിരുന്ന കളി. ഔട്ട്സൈഡ് ദ ഹൗസ് ഐ എക്സസൈസ്ഡ് ഹിം ഓൺ എ ലീഡ് പ്രിസൈസ്ലി ആസ് ഇഫ് ഹി ഹാഡ് ബീൻ എ ഡോഗ്. അപ്പോൾ വീടിൻ്റെ പുറത്ത് ഞാൻ അവനെ എക്സസൈസൊക്കെ ചെയ്യിച്ചിരുന്നു. കറക്റ്റ് ഒരു നായയെ കൊണ്ടുപോകണ പോലെ നയിച്ചിട്ട് അതിനെ കൊണ്ടുപോയി എക്സസൈസൊക്കെ ചെയ്യിച്ചിരുന്നു. മിജി ക്വിക്ക്ലി ഡെവലപ്ഡ് സർട്ടൻ കമ്പൾസീവ് ഹാബിറ്റ്സ് ഓൺ ദീസ് വാക്സ് ഇൻ ദ ലണ്ടൻ സ്ട്രീറ്റ്സ്. അപ്പോൾ ഈ നടത്തത്തിൽ, ഈ ലണ്ടൻ സ്ട്രീറ്റിലൂടെയുള്ള ഈ നടത്തത്തിൽ ചില പ്രത്യേകതര സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ഒരു കമ്പൽസറി ആയിട്ട് കിട്ടിയ കുറച്ച് ശീലങ്ങൾ മിജി ഡെവലപ്പ് ചെയ്തിരുന്നു. എങ്ങനത്തെയൊക്കെയാണ് ആ സ്വഭാവങ്ങൾ, ഹാബിറ്റ്സ് എന്നാണ് പറയുന്നത്. ലൈക്ക് ദ റിച്വൽസ് ഓഫ് ചിൽഡ്രൻ ഹു ഓൺ ദെയർ വേ ടു ആൻഡ് ഫ്രം സ്കൂൾ മസ്റ്റ് പ്ലേസ് ദെയർ ഫീറ്റ് സ്ക്വയർലി ഓൺ ദ സെൻറ്റർ ഓഫ് ഈച്ച് പേവിംഗ് ബ്ലോക്ക്. അതായത് കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോഴോ വരുമ്പോഴോ ഒക്കെ ചെയ്യുന്ന തരം ഒരു കളി തന്നെ. ഈ പേവിംഗ് ബ്ലോക്കിൻ്റെ ഏതെങ്കിലും സെൻറ്ററിൽ ചവിട്ടി നടക്കുക. ചില കുട്ടികൾ കണ്ടിട്ടുണ്ട് കളറുള്ള ബ്ലോക്കൊക്കെയാണ് വെച്ചെങ്കിൽ അതിൻ്റെ ചില കളേഴ്സിൽ മാത്രം ചാടി നടക്കുക. അതുപോലെയുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ മിജി ചെയ്തിരുന്നു. മസ്റ്റ് ടച്ച് എവരി 7th upright ഓഫ് ദ അയൺ റെയിലിങ്സ്. പിന്നെ അയൺ റെയിലിങ്സിൻ്റെ 7th uprightലൊക്കെ എന്തായാലും ആ ഭാഗത്ത് തൊടും. ഓർ പാസ് ടു ദ ഔട്ട്സൈഡ് ഓഫ് എവരി സെക്കൻഡ് ലാമ്പ് പോസ്റ്റ്.
ഓരോ രണ്ടാമത്തെ ലാമ്പ് പോസ്റ്റിൻ്റെ ഔട്ട്സൈഡിലൂടെ പാസ് ചെയ്യും. ഓപ്പോസിറ്റ് ടു മൈ ഫ്ലാറ്റ് വാസ് എ സിംഗിൾ സ്റ്റോറിഡ് പ്രൈമറി സ്കൂൾ. അപ്പോൾ എൻ്റെ ഫ്ലാറ്റിൻ്റെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ഒരു സിംഗിൾ സ്റ്റോറിയുടെ പ്രൈമറി സ്കൂൾ ഉണ്ട്. അലോങ് ഹൂസ് ഫ്രണ്ടേജ് റാൻ എ ലോ വാൾ സം 2 feet ഹൈ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടേജ് വോളാണ് വെച്ചെങ്കിൽ ഒരു 2 feet ഉയരമുള്ള ഒരു ചെറിയ വോൾ ഉണ്ടായിരുന്നു. ഓൺ ഹിസ് വേ ഹോം ബട്ട് നെവർ ഓൺ ഹിസ് വേ ഔട്ട്. അതായത് വീട്ടിലേക്ക് മടങ്ങി, വാക്കിങ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരുന്ന വഴിക്ക്, വീട്ടിൽ നിന്നും അങ്ങോട്ട് പോകുമ്പോഴല്ല, മടങ്ങി വരുന്ന വഴിക്ക് മിച്ച് വുഡ് ടക്ക് മീ ടു ദിസ് വോൾ. മിച്ച് എന്നെ ആ വോളിലേക്ക് വലിച്ചിടും, തള്ളിയിടും. ജമ്പ് ഓൺ ടു ഇറ്റ്, എന്നിട്ട് അതിന്മേൽ ചാടി കയറിയെന്ന്. ആൻഡ് ഗാലപ്പ് ദ ഫുൾ ലെങ്ത് ഓഫ് ഇറ്റ്സ് 30 yards. അതിൻ്റെ 30 yard അത് ലെങ്ത്ത് മുഴുവൻ കുതിച്ചോടും, ഭയങ്കര വേഗത്തിൽ ഓടും. ടു ദ ഹോപ്പ്ലെസ് ഡിസ്ട്രാക്ഷൻ ബോത്ത് ഓഫ് പ്യൂപ്പിൾസ് ആൻഡ് ഓഫ് സ്റ്റാഫ് വിതിൻ. അതായത് അവിടെയുള്ള സ്കൂളാണ്, സ്കൂളിലുള്ള കുട്ടികൾക്കും അതിലെ സ്റ്റാഫിനൊക്കെ ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ, അതുപോലെ ഇവർ ഓടുന്നത് കണ്ടതുപോലെ ഓടാൻ പറ്റാത്തൊരു നിരാശാജനകമായ ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഇവൻ ഇയാളെയും കൊണ്ട്, നമ്മുടെ റൈറ്ററിനെയും കൊണ്ടിട്ട് ഓടും. ഇറ്റ് ഈസ് നോട്ട്, ഐ സപ്പോസ്, ഇൻ എനി വേ സ്ട്രേഞ്ച് ദാറ്റ് ദ ആവറേജ് ലണ്ടനർ ഷുഡ് നോട്ട് റെക്കഗ്നൈസ് ആൻ ഓട്ടർ. പിന്നെ ഒരു ആവറേജ്, ഒരു ശരാശരി ലണ്ടൻകാരനെ ഓട്ടേഴ്സിനെ പറ്റിയിട്ട് വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല. അത് അത്ര വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ the variety of guesses as to what kind of animal this might became as a surprise to me. പക്ഷേ ഒരുപാട് ഗസ്സസ്, ഈ അനിമലിനെ പറ്റിയിട്ട് വന്നുള്ള ഒരുപാട് ഗസ്സസ് ഉണ്ടായിരുന്നു. അതാണ് എനിക്ക് സർപ്രൈസായിട്ട് തോന്നിയത്. Otters belong to a comparatively small group of animals called mustelines, shared by the badger, mongoose, weasel, stoat, mink and others. അതായത് ഈ പറയുന്ന ആനിമൽസിൻ്റെയൊക്കെ, അല്ലെങ്കിൽ ഈ റേസിലൊക്കെ പെട്ട ഒരു സ്മോൾ ഗ്രൂപ്പ് ഓഫ് ആനിമൽസിൽ പെട്ടതാണ് നമ്മുടെ ഒട്ടറും. I faced a continuous barrage of conjectural questions that spread all the muscliness but the otter. More random guesses hit on a baby seal and a squirrel. അപ്പോൾ പിന്നെ ഞാൻ ഫേസ് ചെയ്ത കുറേ ഒരു സ്ട്രീം ഓഫ് ക്വസ്റ്റ്യൻസ് എന്നാണ് പറയണത്. ഊഹാപോഹം നിറഞ്ഞ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇദ്ദേഹം ഫേസ് ചെയ്ത് ഏതാണെന്ന് വെച്ചാൽ, ഇത് ബേബി സീലാണോ, ഇതൊരു സ്കിറലാണോ, ഈസ് ദാറ്റ് എ വാൾഡ്രസ് മിസ്റ്റർ, ഇതൊരു വാൾഡ്രസ് ആണോ, ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസും ഞാൻ ഇതുപോലെ ഫേസ് ചെയ്യേണ്ടി വന്നു. reduced me to giggles and outside a dog show I heard a hippo. അതുപോലെ ഞാൻ ഒരു ഡോഗ് ഷോയിൽ വെച്ചിട്ട്, അതിൻ്റെ പുറത്ത് വെച്ചിട്ട് ഞാൻ കേട്ടു ഇതിനെ ഹിപ്പോ എന്ന് വിളിക്കണത്. A beaver, a bear cub, a leopard, one apparently that had changed its spots, and a bronzer which was anything but an otter. ഇങ്ങനെ ഒരുപാട് സംശയങ്ങളും ഒരുപാട് പേരുകളും ഈ മിജിന് കിട്ടി. But the question for which I awarded the highest score came from a laborer digging a hole in the street. ഇങ്ങനെ ഒരുപാട് ഊഹാപോഹങ്ങളും സംശയങ്ങളും ക്വസ്റ്റ്യനിങ്ങും ഒക്കെ ഇദ്ദേഹത്തിന് കിട്ടിയെങ്കിലും അതിൽ ഇദ്ദേഹത്തിന് ഏറ്റവും സ്കോർ ചെയ്ത്, അല്ലെങ്കിൽ ഏറ്റവും അവാർഡ് കൊടുക്കാൻ തോന്നിയ ഒരു സംഭവമാണ് ഇനി പറയണത്. ഒരു ലേബറർ, ഒരു തൊഴിലാളി, ഒരു സ്ട്രീറ്റിൽ ഒരു ഹോൾ കുഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ഒരു തൊഴിലാളിയുടെ കയ്യിൽ നിന്നാണ് ഏറ്റവും അവാർഡ് കൊടുക്കുന്ന രീതിയിലുള്ള സംഭവം ഉണ്ടായത്. I was still far from him when he laid down his tool. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടൂള് നിലത്തിടുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിൽ നിന്നും വളരെ അകലെയായിരുന്നു. പുട്ട് ഹിസ് ഹാൻഡ്സ് ഓൺ ഹിസ് ഹിപ്സ്. അദ്ദേഹത്തിൻ്റെ ടൂൾസൊക്കെ നിലത്തിട്ടിട്ട് കൈ അദ്ദേഹത്തിൻ്റെ ഹിപ്പിൽ കുത്തിയിട്ട് ഇങ്ങനെ നിന്നു. ആൻഡ് ബിഗാൻ ടു സ്റ്റെയർ. എന്നിട്ട് ഞങ്ങളെ തുറിച്ച് നോക്കാൻ തുടങ്ങി. As I drew nearer, I saw his expression of surprise and affront, as though he would have me know that he was not one upon whom to play jokes. അപ്പം ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ ഞാൻ കണ്ടു അദ്ദേഹത്തിൻ്റെ മുഖത്തുള്ള ആ എക്സ്പ്രഷൻ, സർപ്രൈസും ഒരുതരം അവജ്ഞ, ഒരു പുച്ഛത്തോടു കൂടിയുള്ള അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷൻ ഞാൻ കണ്ടു. As though he would have me know that he was not one upon whom to play jokes. ഒരു തമാശ പറയുന്ന രീതിയിലുള്ള
ഒരു ഇതിലല്ല അയാൾ നിന്നിരുന്നത്. ഞാനൊരു കളി തമാശയ്ക്ക് നിൽക്കല്ല എന്നുള്ള രീതിയിലാണ് അയാൾ നിന്നിരുന്നത്. ഐ കെയിം അബ്രസ്റ്റ് ഓഫ് ഹിം. ഹി സ്പാറ്റ്, ഗ്ലയർഡ് ആൻഡ് ദെൻ ഗ്രൗൾഡ് ഔട്ട്, ഹിയർ മിസ്റ്റർ, വാട്ട് ഈസ് ദാറ്റ് സപ്പോസ് ടു ബി. അപ്പോൾ അദ്ദേഹത്തിനോട് അടുത്തെത്തിയപ്പോൾ അദ്ദേഹം എന്നെ നോക്കി, പിന്നെ ഹി സ്പാറ്റ്, ഗ്ലയർഡ്, തുപ്പി, പിന്നെ തുറിച്ച് നോക്കി, അല്ലെങ്കിൽ എന്നിട്ട് പിന്നെ മുരണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു മുരൾച്ചയിൽ ചോദിക്കുകയാണ്, ഹിയർ മിസ്റ്റർ, വാട്ട് ഈസ് ദാറ്റ് സപ്പോസ് ടു ബി. മിസ്റ്റർ, ഇത് ശരിക്കും ഇത് എന്താണ്? ഇതോടുകൂടി നമ്മളുടെ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു.